ദുര്യോധനനോടും യുധിഷ്ഠിരനോടും വിതുരർക്ക് ഒരേ ബന്ധമായിരുന്നു. വിതുരർ ഒരിക്കൽ ദുര്യോധനനോട് ചോദിച്ചു, നീ ഒരു കാര്യം പറയണം. നീയും യുധിഷ്ഠിരനും ഒരേ ഗുരുകുലത്തിലാണ് അഭ്യസിച്ചത്. ദ്രോണാചാര്യരും കൃപാചാര്യരുമായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും ഗുരുക്കന്മാർ. ഒരേ കാര്യങ്ങളാണ് അവർ നിങ്ങളെ പഠിപ്പിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് നിന്റെ സഹോദരൻ ധർമ്മത്തെയും നീ എപ്പോഴും അധർമ്മത്തെയും പിന്തുടരുന്നത്? ദുര്യോധനൻ പറഞ്ഞു, ജാനാഭി ധർമ്മം നജ്മേ പ്രവർത്തി. എനിക്കറിയാം ധർമ്മം എന്താണെന്ന്, പക്ഷെ ഞാൻ പ്രവർത്തിക്കില്ല. ജാനാഭി അധർമ്മം നജ്മേ നിവർത്തി. അറിയാം അധർമ്മം എന്താണെന്ന്, പക്ഷേ വിട്ടുകളയുകയില്ല. തന്റെ ഉള്ളിൽ വന്ന് ആരോ കുടിയിരിക്കുന്നതായും അവന്റെ കൽപ്പനകൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടതായും തോന്നുന്നു. ശരി എന്താണെന്നും തെറ്റെന്താണെന്നുമുള്ള വിവേചന ബുദ്ധി ദുര്യോധനന് പോലുമുണ്ട്. എന്നിട്ടും വ്യക്തികൾ തെറ്റിന്റെ വഴിയെ എന്തുകൊണ്ട് സഞ്ചരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ വഴി വളരെ എളുപ്പമാണ് എന്നാണ് ഉത്തരം. നഷ്ടങ്ങൾ സംഭവിക്കും എന്നറിഞ്ഞിട്ടും ഒരു വ്യക്തി സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ന്യായത്തിന്റെയും വഴിയിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ അയാളുടെ ജീവിതത്തിൽ സൗഭാഗ്യം ഉദയം ചെയ്തിരിക്കും. ആ ക്ലേശമേറിയ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള സങ്കല്പവും സാഹസവും സംരക്ഷണവും നമുക്ക് നൽകുന്നത് പരിപാവനമായ ഈ ഗായത്രി മന്ത്രമാണ്.